എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് മഴയുടെ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, കണ്ണൂരിൽ മഴയുടെ സാഹചര്യം എന്താണ്? അവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? മനു, ഇപ്പോൾ അതിശക്തമായ മഴയില്ല. പക്ഷെ ഇന്നലെ രാത്രി കനത്ത കാറ്റും മഴയും പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ഇരിട്ടി താലൂക്ക് ഉൾപ്പെടുന്ന മലയോര മേഖലയിലാണ് അതിശക്തമായ മഴയുണ്ടായത്. മാത്രമല്ല കേരള കർണാടക അതിർത്തി വനമേഖലയിലും കനത്ത മഴ തുടരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലുള്ള പുഴകളിൽ ജലനിരപ്പ് ഉയരുകയും വീടുകളിലേക്ക് ഇന്നലെ വെള്ളം കയറുകയും ചെയ്തിരുന്നു. ആറളം മേഖലയിൽ കക്കുവ പുഴ കരകവിഞ്ഞ് ആറളം ഫാം മേഖലയിലെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. അതോടൊപ്പം തന്നെ ബാവലിപ്പുഴയും ഇപ്പോൾ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. പഴശ്ശി ഡാമിന്റെ 13 ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ തുമ്പേനിയിലും ശ്രീകണ്ഠപുരം കണ്ണൂർ റോഡിൽ അടൂരിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ആറളം മേഖലയിൽ ഇന്നലെ വെള്ളം കയറിയ വീടുകളിൽ നിന്നും ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഉരുൾപൊട്ടിയതായ ഒരു സംശയം ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, അതിൽ വസ്തുതയുണ്ടായിരുന്നോ? ഇന്നലെ അത് ഈ കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടി എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം കക്കുവ പുഴയിലൂടെ വളരെ വേഗത്തിലാണ് വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. അത് അങ്ങനെ അത്ര വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും ഈ കർണാടക വനമേഖലയിൽ ഈ ആറളവുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതയാണ് വിലയിരുത്തത്. പക്ഷെ അത് ഉൾവനത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു സ്ഥിരീകരണം കിട്ടുക പ്രയാസമാണ്. ഉരുൾപൊട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നലെ വിലയിരുത്തപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ ആ മേഖലയിൽ കയറിയ വെള്ളം വീടുകളിൽ നിന്നും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മഴയുടെ ശക്തിയും പതിയെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജലനിരപ്പ് പുഴകളിൽ താഴുന്നുണ്ടെങ്കിലും ജില്ല അതീവ ജാഗ്രതയിൽ തന്നെയാണുള്ളത്. മനു, ഇന്ന് ഏത് മുന്നറിയിപ്പാണ് ജില്ലയിലുള്ളത്? സന്തോഷം. മനു, ഇന്ന് യെല്ലോ അലർട്ട് ആയിരുന്നു ജില്ലയിൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ വന്ന ഈ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിലേക്ക് അലർട്ട് ഓറഞ്ച് അലർട്ടായി മാറിയിട്ടുണ്ട്. രാവിലെ ഏതായാലും ഈ 3 മണിക്കൂർ കൂടി മഴ തുടരും എന്നുള്ള സൂചനയാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ കനത്ത കാറ്റിന്റെ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയും മിനിഞ്ഞാന്ന് രാത്രിയും ശക്തമായ കാറ്റുണ്ടായിരുന്നു. മരങ്ങൾ കടപുഴകി വീണ് റോഡിൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ചക്കരക്കല്ലിൽ ഈ വലിയ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ വീടുകൾക്ക് മുകളിലെല്ലാം മരം പൊട്ടി വീണുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് അതിശക്തമായ കാറ്റ് മലയോര മേഖലയിൽ ഉണ്ടായത്. ഇന്നും കാറ്റിനും മഴക്കുമുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നിലനിൽക്കുന്നത്. മനു, ശരി, ഏതായാലും കണ്ണൂരിലും ശക്തമായ മഴ തന്നെയാണ്. വളപട്ടണം പുഴയിലടക്കം ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജലാശയങ്ങളിൽ നമ്മുടെ വീടിന് മുൻപിൽ നമുക്ക് പരിചയമുള്ള ഇടങ്ങൾ വരെ ആയിരിക്കാം, പക്ഷേ ഏത് നിമിഷവും അപ്രതീക്ഷിതമായി മലവെള്ളം പാഞ്ഞെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെള്ളത്തിൽ ഇറങ്ങരുത്, ജലാശയങ്ങളിൽ ഇറങ്ങരുത് എന്ന് ഓരോ തവണയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇരിട്ടിയിലൊക്കെ ആറളത്ത് നമ്മൾ കണ്ടില്ലേ, എത്രയും വേഗം അവിടെ പുഴയിൽ ഒക്കെ വെള്ളം ഉയർന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, വളരെ ശ്രദ്ധിക്കുക, ഏറ്റവും ജാഗ്രത പാലിക്കുക.